സഹികെട്ടാണ് സംവിധായകനെ അടിച്ചത്. സഭ്യമല്ലാത്ത മെസ്സേജും പെരുമാറ്റവും. ലൊക്കേഷനിൽ ടോർച്ചർ അനുഭവിച്ചെന്ന് ചിലങ്ക. ആത്മസഖി, കസ്തൂരിമാൻ, കനൽപ്പൂവ്, അമ്മ മകൾ എന്ന സീരിയലുകളിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ചിലങ്ക എസ് ദീതു. 14 വർഷത്തോളം സീരിയലിൽ സജീവമായി നിന്നിരുന്ന ചിലങ്കയെ ഇപ്പോൾ സീരിയലുകളിൽ ഒന്നും കാണാനില്ല. ഭർത്താവിനൊപ്പം ബിസിനസ്സും മറ്റുമായി തിരക്കിലാണ് താരം. അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ജനപ്രീതിയുള്ള ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കവേ സംവിധായകനിൽ നിന്നും വളരെ മോശം അനുഭവം ചിലങ്കയ്ക്കുണ്ടായി. അതിനുശേഷമാണ് അഭിനയത്തിൽ നിന്നും കുറച്ചു കാലത്തേക്ക് വിട്ടുനിൽക്കുന്നത്. സംവിധായകന്റെ അതിരുവിട്ട പെരുമാറ്റം മൂലം നടി ഒരിക്കൽ അയാളെ തല്ലുകയും ചെയ്തു. അന്ന് അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. സംവിധായകനെ താൻ തല്ലിയെന്നത് ശരിയാണെന്നും അതിന് തക്കതായ കാരണമുണ്ടെന്നും പറയുകയാണ് ഇപ്പോൾ നടി. ഒരു അഭിമുഖത്തിലാണ് നടി കാര്യം വെളിപ്പെടുത്തിയത്. സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. സംവിധായകനെ തല്ലിയാൽ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ. ഒരാവേശത്തിൽ തല്ലിയതല്ല, അതുപോലെ കരുതിക്കൂട്ടി ചെയ്തതുമല്ല. മെന്റലിയും അല്ലാതെയുമുള്ള ടോർച്ചർ എത്ര കാലം ഒരാൾ സഹിക്കും? പല രീതിയിൽ അയാളിൽ നിന്നും അപ്രോച്ചുകൾ ഉണ്ടായി. പലതരത്തിലുള്ള മെസ്സേജുകൾ അയാൾ എനിക്ക് അയച്ചിട്ടുണ്ട്. അതെല്ലാം സ്ക്രീൻഷോട്ടാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്നും ചിലങ്ക പറയുന്നു. ഷെയ്ക്കാൻ്റെ തരുമ്പോൾ അയാൾ കൈവെള്ളയിൽ ചൊറിയുമായിരുന്നു. ആ ഒരു ദിവസം തന്നെ അതോടുകൂടി നാശമാകും. ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും സീരിയൽ ഉപേക്ഷിക്കാതെ തുടർന്ന് അഭിനയിച്ചത് എന്തിനാണെന്ന് പലർക്കും തോന്നും. ഞാൻ വർക്ക് ഉപേക്ഷിച്ച് പോകാതായപ്പോൾ ജോലിയിൽ നിന്ന് സ്വമേധയാ ഞാൻ പിന്മാറാനുള്ള ടോർച്ചറായിരുന്നു അയാൾ ചെയ്തത്. അയാൾ ചെയ്ത ക്രൂരതകൾ ഭയങ്കരമാണ്. സീനിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിന് തല്ലി, സീൻ കട്ട് ചെയ്തതിന് ഞാൻ അയാളെ തല്ലി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു നടക്കുന്നത്. മറ്റു പലരുമായി ചേർത്ത് വെച്ച് കഥകൾ ഉണ്ടാക്കി. ഞാൻ കാരണം ഷൂട്ട് നടക്കുന്നില്ലെന്ന് അയാൾ പറഞ്ഞു നടന്നു. ഞാൻ അയാളെ അടിച്ചുവെന്നത് സത്യമാണ്. ക്രെഡിറ്റായി പറയുകയല്ല, സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ്. അത്രത്തോളം ടോർച്ചർ ലൊക്കേഷനിൽ വെച്ച് അനുഭവിച്ചു. പലതും പുറത്തു പറയാൻ കൊള്ളാത്തതാണ്. അടി കൊടുക്കാതെയും പ്രതികരിക്കാതെയും ഇരുന്നിരുന്നുവെങ്കിൽ ഇന്നും സീരിയലിൽ തുടരാൻ കഴിയുമായിരുന്നു. മോശം അനുഭവം ഉണ്ടായാൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം. 10 വർഷം കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ മോളെ പോലെയാണ് കണ്ടത്. അങ്ങനെ ഒരാളോട് ഞാൻ ഇത് ചെയ്യുമോ എന്ന് പുറത്ത് ഈ വിഷയം സംസാരമായപ്പോൾ അയാൾ പറഞ്ഞു. എനിക്കും അതുപോലെയാണ് ചോദിക്കാനുള്ളത്. മോളെ പോലെ കരുതിയ പെൺകുട്ടിയോട് എങ്ങനെയാണോ ചെയ്യേണ്ടത്? എനിക്കൊരു അച്ഛനുണ്ട്. അദ്ദേഹം എന്നെ നന്നായിട്ടാണ് വളർത്തിയത്. ഇപ്പോഴും നന്നായി സംരക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് മറ്റാരും എൻ്റെ അച്ഛനാവേണ്ട ആവശ്യമില്ലെന്നും ചിലങ്ക പറഞ്ഞു.